തിരുവനന്തപുരം BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയെ തുടർന്ന് വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ പുറത്തുവരുന്നത് നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ. സഹപാഠിയായ ആർച്ച ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അധ്യാപകന്റെ പൈശാചികമായ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിച്ചത്. നിതിൻ മരിച്ചു വീണ നിമിഷം പോലും പരിഹസിച്ച ഒരു അധ്യാപകന്റെ ക്രൂരതയാണ് വിദ്യാർത്ഥിനി പങ്കുവച്ചത്. നിതിൻ കെട്ടിടത്തിൽ നിന്നും വീണുവെന്നറിഞ്ഞ് ജീവൻ രക്ഷിക്കാനായി രക്തത്തിനായി നെട്ടോട്ടമോടിയ സഹപാഠികളെ നോക്കി ഡോക്ടർ MK റാം ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് ആർച്ച പറയുന്നത്. അവനൊരു വിഡ്ഢിയാണ്. വെറും സഹതാപം കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോമാളിത്തരങ്ങളാണ് ഇതൊക്കെ എന്നായിരുന്നു ചോര വാർന്നു കിടന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് ഇയാൾ പറഞ്ഞത്. ക്ലാസ് മുറികളിൽ നിതിനെ വ്യക്തിപരമായി ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്ന് വരുന്ന നിതിനെ സ്ലം ഡോഗ് എന്നാണ് ഇയാൾ വിളിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ മാനസികമായ പീഡനം അതിന്റെ അങ്ങേയറ്റത്തെത്തിയിരുന്നു. നിതിന്റെ അമ്മയെപ്പോലും മോശമായ വാക്കുകൾ കൊണ്ട് അധ്യാപകൻ അധിക്ഷേപിച്ചിരുന്നതായി സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിലല്ല, മറിച്ചൊരു സൈക്കോയെ പോലെയാണ് ഡോക്ടർ MK റാം പെരുമാറിയിരുന്നതെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ക്ലാസ്സിൽ ആദ്യമായി വന്ന ദിവസം മുതൽ മതപരമായ അധിക്ഷേപങ്ങളാണ് ഇയാൾ നടത്തിയിരുന്നത്. ഖുറാനെയും മുസ്ലിം കുട്ടികളെയും പ്രകോപനപരമായി അധിക്ഷേപിക്കുന്നത് ഇയാളുടെ രീതിയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്ന നിതിനെ തോൽപ്പിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആവശ്യമായ അറ്റൻഡൻസ് ഉണ്ടായിട്ടും അത് നൽകാതെ കുട്ടികളെ പരീക്ഷ എഴുതിക്കാതിരിക്കുക ഇയാളുടെ വിനോദമായിരുന്നു. താൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് ഇയാൾ പലപ്പോഴും ക്ലാസ്സിൽ വീമ്പ് പറഞ്ഞിരുന്നു.